വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിലും കളക്കാൻ നമ്മളെന്തായാലും ഒരു പുതിയൊരു കിട്ടിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും ഗൈസ് നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിലും കളക്കാൻ ഒരു പുതിയൊരു കിട്ടിയ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണത്. ഇന്നെന്തായാലും നമ്മളെന്തായാലും ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഓക്കെ, ഇതിലോട്ട് ആരെങ്കിലും ചാനൽ ഇതിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസുകൾക്ക് എപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും അവിടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോയിലാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണേന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് എല്ലാവരുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും നമ്മുടെ വീഡിയോസുകളൊക്കെ എന്തായാലും മസ്റ്റായിട്ട് തന്നെ എന്തായാലും കാണാം. നമ്മുടെ വീഡിയോകളൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾ എന്തായാലും ആ വീഡിയോകളൊക്കെ കാണാം. ഇന്നലെയും എനിക്കതൊക്കെ അപ്ഡേറ്റിൻ്റെ വീഡിയോ, പിന്നെ അതല്ലാതെ നമ്മുടെ വെബ് സീരീസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊന്നും ആരും കാണുന്നില്ല കേസ്. ഓക്കെ, അപ്പോൾ കുറച്ച് പേര് മാത്രമാണ് കണ്ടിട്ടുള്ളൂ. ആകെ 60 പേരെന്നോ കണ്ടിട്ടുണ്ട് കേസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോസ് എല്ലാം തന്നെ കാണാം. പ്ലീസ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കേസ് ഞാൻ എന്തായാലും വീഡിയോസുകളൊക്കെ എന്തായാലും ഇടണം. അപ്പോൾ എല്ലാവരും എന്തായാലും മറക്കാതെ തന്നെ എന്തായാലും വീഡിയോസുകളൊക്കെ മസ്റ്റായിട്ട് തന്നെ കാണാം. അതേപോലെ തന്നെ കുറേ പേരെന്തായാലും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറിയാതാണോ അൺസബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് പേരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അറിയാതെ അൺസബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരിക്കലും അൺസബ്സ്ക്രൈബ് ചെയ്യാമല്ലോ. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ അറിയാതെയാണ് അൺസബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ കൊടുക്കണേന്നൊക്കെ മാറി. ഓക്കെ, അപ്പോൾ അതെന്തായാലും നിങ്ങളെന്തായാലും മസ്റ്റായിട്ട് തന്നെ എന്തായാലും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തവരെല്ലാവരും എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. പ്ലീസ്. ഓക്കെ, എല്ലാവരും എന്തായാലും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്യണം. ഓക്കെ, ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോയിലാണ് വന്നേക്കുന്നത്, നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3Dയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോകളൊക്കെ സ്റ്റാർട്ടാക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈ ഡ്രൈവിംഗ് 3D സ്റ്റോറി വീഡിയോ ആയിട്ടാണ് വന്നത്. ഓക്കെ, അപ്പം ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പിന്നെ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, എന്നാലും ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും രാവിലെ തന്നെ ഗൈസ് നമ്മുടെ കവാസാക്കി നിഞ്ച H2R എടുത്തുകൊണ്ട് ഞാൻ എന്തായാലും വെളിയിൽ ഇറങ്ങിയിട്ട് എന്തായാലും ഉണ്ട്. ചുമ്മാ കറങ്ങാനേ ഇറങ്ങിയാണ്. ഓക്കെ, ഞാൻ നമ്മുടെ ഷിൻജാനെ കൂട്ടിയൊന്നും തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഷിൻജാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നമ്മളെ കൊണ്ടുപോയി കറക്കി ഒരു പരിവാക്കും. ഓക്കെ, ഞാൻ ചുമ്മാ രാവിലെ ബീച്ച് വരെ ഒന്ന് പോയതാണ്. ഓക്കെ, ഞാൻ ഷിൻജാനെ ഒന്നും തന്നെ കൊണ്ടുപോയിട്ടൊന്നും തന്നെ ഇല്ല. ഓക്കെ, ഷിൻജാൻ വീട്ടിലാണ്. ഓക്കെ, നമുക്കിപ്പോൾ എന്തായാലും നൈസായിട്ട് വീട്ടിൽ നമ്മളൊക്കെ കയറിയിട്ട് എന്തായാലും ഉണ്ട്. നമ്മളങ്ങനെ ഫൈനലി വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ നിഞ്ച H2R ഉണ്ട്. ഓക്കെ, എൻ്റെ മോനെ നൈസ് വണ്ടിയാണ് ഈ ഒരു ബൈക്ക്. ഓക്കെ, പുതിയതായിട്ട് എടുത്തൊരു വണ്ടിയാണ്. ഓക്കെ, മുമ്പ് എൻ്റെ കയ്യിലാണെങ്കിൽ കവാസാക്കിയുടെ തന്നെ ആയിട്ടുള്ള ഒരു ZX10R ഉണ്ടായിരുന്നു. ഓക്കെ, പഴയതാണ്. ഓക്കെ, പഴയൊരു ZX10R ആണ്. ഓക്കെ, അത് കൊടുത്തിട്ടാണ് ഈ നിഞ്ച എടുത്തത്. ഓക്കെ, ഇതൊരു സാധാരണ നിഞ്ചയല്ല, ഇതിലുണ്ട ഗ്രീൻ പെയിൻറ്റ്, അതല്ലാതെ തന്നെ ബോഡിയിൽ കണ്ട കുറേ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസ് ബൈക്ക് എന്ന് വെച്ചാൽ നൈസ് ബൈക്കുകളൊക്കെയാണ്, പുതിയ വണ്ടിയാണ്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ആകെ നല്ല രീതിക്ക് ടയേർഡായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലും കയറിയിരിക്കാം. ഞാനാണെങ്കിൽ പിന്നെ റീസെൻ്റ്ലി ആണെങ്കിൽ പുതിയ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അല്ലാതെ തന്നെ ഞാൻ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടെന്നാലും ഉണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഈ കാണുന്ന ഏതാണ് ലാൻഡ് റോവർ ഡിഫൻഡർ. ഓക്കെ, എൻ്റെ കയ്യിലാണെങ്കിൽ ആ സൈക്കിളും പിന്നെ നേരത്തെ പറയാൻ ZX10R താറ് ഉണ്ടായിരുന്നല്ലോ. ZX10R കൊടുത്തിട്ട് ആ കാണുന്ന ഏതാണ് നിഞ്ച H2R എടുത്ത് നൈസ് ബൈക്കാണത്. അതല്ലാതെ എൻ്റെ കയ്യിൽ ഈ താറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഞാൻ വണ്ടി ഒന്നും കൊടുത്തൊന്നുമില്ല. ഞാൻ അല്ലാതെ തന്നെ ഒരു അടിപൊളി ഒരു ലാൻഡ് റോവർ ഡിഫൻഡർ എടുത്തൊക്കെ എനിക്ക് ഷിൻജാനും വെളിയിലൊക്കെ പോകാനായിട്ട്. ഓക്കെ, ഞാൻ അത് മാത്രമല്ല എൻ്റെ വീടാണെങ്കിൽ കുറച്ച് അപ്ഗ്രേഡേഷനും കൂടെ ചെയ്തിട്ട് എന്തായാലും ഉണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ച് സോഫ വാങ്ങിച്ചിട്ട് പിന്നെ പുതിയൊരു ടേബിൾ വെച്ച് പുതിയൊരു TV വാങ്ങിച്ച് കുറേ TV സ്റ്റാൻഡ് അങ്ങനെ കുറച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. വീടിന് കുറച്ച് അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കുമ്പോൾ കുറച്ച് നേരം ഇരിക്കാം. ഇതെന്താണ് ഗൈസ്, ഇതൊരു കേക്കല്ലേ? അല്ല, ഈ കേക്ക് അങ്ങനെ ഇവിടെ വന്നാ ഗൈസ്? ഇതൊരു വലിയൊരു കേക്കാണ്. ഇതാര് വെച്ച കേക്കടേ ഇത്ര വലിയ കേക്ക്? എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്ര വലിയ കേക്ക് എന്തിന്? ഇന്ന് ഷിൻജാൻ്റെ എൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊന്നും തന്നെ അല്ല, പിന്നെ എന്തിനോ കേക്ക് വാങ്ങിച്ചാ? ചുമ്മാ ഉള്ള കേക്ക് വാങ്ങിച്ച് പൈസ കളയണം ഷിൻജാൻ. ഓക്കെ, പൈസ കളയണമെന്ന് കുഴപ്പമില്ല. ഓക്കെ, എപ്പോഴൊന്നും നീ കേക്കൊക്കെ വാങ്ങണ?
പിസ്സ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇവ എപ്പോഴും കേക്കാണ് ഗൈസ് കൂടുതൽ കഴിക്കണം. ഓക്കെ, കേക്ക് മാത്രമല്ല പിസ്സയെ കഴിക്കാറുണ്ട്. ഓക്കെ, പക്ഷെ കേക്കാണ് കൂടുതൽ കഴിക്കണം. ഓക്കെ, എപ്പോഴും കേക്കാണ് ഗൈസ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്താൽ എപ്പോഴും അവൻ കേക്ക് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു പീസ് പോലും തരില്ലേ. നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ എടുത്താണ് അവൻ കേക്കൊക്കെ വാങ്ങണം. ഓക്കെ, നമ്മുടെ ആ ഒരു ക്രെഡിറ്റ് കാർഡാണെങ്കിൽ അവന് പുട്ടടിക്കാനായിട്ട് ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ബാങ്കിലുള്ള ഒരു കാർഡ് ചിലപ്പോൾ അവന് പുട്ടടിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അവനെന്തായാലും അതിൽ എപ്പോഴും എടുക്കാൻ തന്നെ സമ്മതിക്കത്തില്ല. പൈസ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ എടുക്കാൻ സമ്മതിക്കും. ഓക്കെ, ചുമ്മാ എന്തിനും പൈസ വേണം. ഓക്കെ, ഒരു കാര്യമൊക്കെ ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു കേക്കൊക്കെ എടുത്ത് തിന്നാം. ഓക്കെ, നമ്മുടെ ഷിജാനും കണക്ക് പിന്നെ മോളിലെന്തോ നിൽക്കുകയാണ്. ഓക്കെ, അവൻ ബുക്ക് ചെയ്തെന്തോ കേക്കാണ്. ഓക്കെ, അവരിവിടെ എന്തോ കൊണ്ടുവച്ചാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കേക്കൊക്കെ ഫുള്ളായിട്ടൊക്കെ തിന്ന് തീർക്കാം ഗൈസ്. ഓക്കെ, കേക്ക് തിന്നിട്ട് എന്തായാലും നമുക്കെന്തായാലും ഷിജാനോ ഒരു പണി കൊടുക്കാം ഗൈസ്. ഓക്കെ, എപ്പോഴും അവൻ തന്നെയല്ല കഴിക്കണം, ഇപ്രാവശ്യം നമുക്ക് കഴിക്കും. ഓക്കെ, എന്ത് രുചിയുള്ള കേക്കല്ലേ. ഞാൻ ഈ കേക്ക് ഫുള്ളങ്ങ് തിന്നാനായിട്ട് വേണം. ഓക്കെ, പൊളി കേക്ക്. കഴിക്കട്ടെ. എൻ്റെ പൊന്നെ ഒന്നും പറയല്ല, കിടുക്കാച്ച് കേക്ക്. ഓക്കെ ഓക്കെ ഇതെന്താണ്? അയ്യോ, ഇതെന്ത് പറ്റി ഗൈസ്? ആ കേക്ക് തിന്നതിന് ശേഷം എനിക്ക് ചെറിയ തല ചുറ്റട്. അയ്യോ, ഇതെന്ത് പറ്റി? അയ്യോ, എൻ്റെ കൺട്രോളൊക്കെ പോണ്. ഇതെന്ത് പറ്റി? ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഒരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ ആ ഒരു കേക്ക് കളൊക്കെ എന്തായാലും എടുത്ത് എന്തായാലും തിന്നേയും കളൊക്കെ എന്തായാലും ചെയ്തൊക്കെ. ആ കേക്ക് കളൊക്കെ തിന്നിട്ടാണെങ്കിൽ എനിക്കാണെങ്കിൽ ചെറിയൊരു തല ഇറക്കവും കറളൊക്കെ വന്ന് തല കറങ്ങിയാണ് എൻ്റെ കൺട്രോൾ കംപ്ലീറ്റ് എന്തായാലും പോയി. അങ്ങനെ തല കറങ്ങി ഞാൻ എന്തായാലും ബോധം കെട്ട് അടിച്ചെന്തായാലും വീണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ബോധം കെട്ട് എന്തായാലും ഞാൻ വീണിട്ട് എന്തായാലും തന്നെത്താനെ തന്നെ എന്തായാലും കറക്റ്റായിട്ട് ആ കട്ടിൽ പോയി എന്തായാലും വീണ് ഗൈസ്. അതെങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കണത്. ഓക്കെ, സത്യം പറയാം ഗൈസ്, ഇവിടെ എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ ബോധവും കേരളമൊക്കെ ഇട്ട് ഈ ഒരു ടേബിളിലെ മണ്ടയ്ക്ക് കേരളമൊക്കെ ഇങ്ങനെ എന്തായാലും വീണിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എങ്ങനെയാണ് അവിടെ എത്തിയതാണ് ഞാൻ ആലോചിക്കണത്. ഞാൻ എങ്ങനെ ടെലിപ്പോർട്ട് ആയതുപോലെയാണ് എനിക്ക് തോന്നണത്. ഓക്കെ, ഞാൻ അവിടെയാണ് വീണത്, പക്ഷെ ഞാൻ ഉറങ്ങി എണീറ്റ് വന്നപ്പോൾ ഞാൻ ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ആ ഒരു കേക്കിന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ, അവൻ്റെ ഞാൻ ബോധം കെട്ട് വീണത്. ഓക്കെ, തല കറങ്ങി. ഓക്കെ, എന്തായാലും ആ കേക്ക് കൊണ്ട് കളയാം. ഓക്കെ, ഷിൻജാനിന് വല്ലതും കഴിച്ച് പണി കിട്ടണമെങ്കില. ഓക്കെ, അയ്യോ, ഇതെന്താണ് ഗായ്സ്? നമ്മുടെ ഫ്രാങ്ക്ലിന്നാണ് ഒരു അസ്ഥി കൂടായ. ഇതെങ്ങനാ ഗായ്സ്? നമ്മുടെ ഫ്രാങ്ക്ലിന് അസ്ഥി കൂടായി. ദൈവമേ, ഇതെങ്ങനെയാണ് അസ്ഥി കൂടായത്? നമ്മുടെ ഫ്രാങ്ക്ലിൻ ആ കേക്ക് കഴിച്ചപ്പോൾ തൊട്ടേ തുടങ്ങിയതാണ്. ആ കേക്ക് കഴിച്ചോണ്ടാണ് നമ്മുടെ ഫ്രാങ്ക്ലിന് കലക്ക് അസ്ഥി കൂടെ ആയേക്കണത്. എൻ്റെ അമ്മോ, ഇതെന്തോന്നടേ? ഫ്രാങ്ക്ലിൻ ചത്ത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആവേണ്ട സാധനം ഇപ്പോഴേ ആയി. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, ഇതെന്താണ് സംഭവം? എൻ്റെ അമ്പോ, നമ്മുടെ ഫ്രാങ്ക്ലിനെ നോക്ക് ഗൈസ്, ഫ്രാങ്ക്ലിന് അസ്ഥി കൂടായി. എൻ്റെ പൊന്ന്, ഇതെന്തോന്നടേ? ഫോണൊക്കെ ഉണ്ട്. പോക്കറ്റൊന്നും തന്നെ ഇല്ല, എന്നിട്ട് എവിടെയൊക്കെയോ കുത്തിക്കയറ്റണേ എല്ലിൻ്റെ ഇടയിൽ ഫോണ്. നമുക്ക് വെളിയിലിറങ്ങ. ഇതെത്തോട്? ഇതെന്തോട് തീയത്ര ബൈക്കാ? ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കണത്? അല്ല, അത് ഗോസ്റ്റ് റൈഡർ ബൈക്കല്ലേ? അല്ല, അതെങ്ങനെ നമുക്ക് കിട്ടി? ഇത്രയും മോസ്റ്റ് റെയർ ആൻഡ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഈ ഒരു ഗോസ്റ്റ് റൈഡർ ബൈക്ക്. അതായിപ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ഗൈസ്. ഇതെങ്ങനെയാണെന്തോ. എന്നാലും ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഒരു സ്കെൽട്ടനായിപ്പോയി, അസ്ഥി കൂടായിപ്പോയി. ഇതേവേ ഷിജാനെ വിളിച്ചത് കാണിക്കുമ്പോൾ ഷിജാനെ റിയാക്ഷൻ എന്താ? അവ അസ്ഥി കൂടെ
ആവേണ്ടായിരുന്നു. ഇവന്റെ ഒരു കാര്യം ഇന്ന് ഞാൻ നോക്കിക്കോ, അവനെ എടുത്തിട്ടിടിക്കും ഉള്ള കേക്ക് വാച്ച്. എടാ ഷിജാനെ ഇവിടെ ഇറങ്ങാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്ത് പറ്റി? അയ്യോ അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്നെ രക്ഷിക്ക്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ ഒരു അസ്ഥി കൂടെ വന്ന് നിക്കണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ. എടാ ഷിൻജാനെ പേടിക്കണ്ടത് ഞാൻ തന്നെ. അയ്യോ എന്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, നിങ്ങളെങ്ങനെ അസ്ഥി കൂടായി? എന്റെ പൊന്ന് പക്ക റിയലായിട്ടുള്ള ഒരു സ്കെൽട്ടനായി പോയല്ലോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. നിങ്ങൾ എങ്ങനെയാണ് ഇത് ഇങ്ങനെ ആയിപ്പോയാ? എടാ ഷിൻജാനെ ഞാൻ പറഞ്ഞുതരാടാ. അല്ല എന്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നിങ്ങളൊരു കറക്റ്റ് റിയൽ അസ്ഥി കൂടായി പോയല്ലോ. നിങ്ങൾ ചത്തുപോയാ? പിന്നെ എങ്ങനെ ഇതേപോലെ എണീറ്റ് നടക്കണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. എടാ ഷിൻജാനെ ഞാൻ പറഞ്ഞുതരാടാ. നീ ഒരു കേക്ക് വാങ്ങിച്ചില്ലേ, അതാണ് എല്ലാത്തിനും കാരണം. ഞാൻ ആ കേക്ക് നിനക്കിട്ടൊരു ചുമ്മാ ഒരു പണി തരാന്ന് പറഞ്ഞ് എടുത്ത് കഴിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു അസ്ഥി കൂടായ. നീ എങ്ങനെ കഴിച്ചിട്ടേ നീ അസ്ഥി കൂടാവരുത്. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഞാൻ ഒരു കേക്ക് ഒന്ന് വാങ്ങിച്ചൊന്നും തരല്ല. ഞാൻ രാവിലെ എണീറ്റ് എങ്ങനെയെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്ത് കുറച്ച് മസിലൊക്കെ വെക്കാനായിട്ട് ഞാൻ രാവിലെ എണീറ്റ്, അതല്ലാതെ ഞാൻ കേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വാങ്ങിച്ചില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ എന്തൊക്കെയാണ് ഈ പറയണത്? ഏത് കേക്ക്? എനിക്ക് എങ്ങനെയാണ് ഫുഡ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പോലെ അറിയണ? അപ്പൊ നീയല്ലേ ആ കേക്ക് ബുക്ക് ചെയ്താ? എടാ ഷിൻജാനെ, അപ്പൊ വേറെ ആരോ എനിക്കിട്ട് പണിയാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് കൊണ്ട് വെച്ചാണ്. ആ കേക്കിലെന്തോ പോയിസൺ അങ്ങനെ എന്തോ ആഡായിട്ടുണ്ട്. അതെല്ലാം കൂടെ കഴിച്ചപ്പോഴാണ് ഞാൻ ഇതേപോലെ അസ്ഥി കൂടെ ആയത്. അപ്പൊ നീയല്ലേടാ കേക്ക് കൊണ്ട് വെച്ചാ? അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് ഞാൻ ഈ ഒരു നമ്മുടെ ജിം ഏരിയയിലൊന്ന് ഞാൻ ഇവിടെ ഇത്ര നേരം എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല രീതിക്ക് ഫിറ്റ് ആവണം, അതുകൊണ്ടാണ്. സ്കൂളിൽ എല്ലാവരും എന്നെ കളിയാക്കണം, അതുകൊണ്ടാണ്. എനിക്ക് എങ്ങനെയെങ്കിലും നല്ല രീതിക്ക് വണ്ണം വെച്ച് ഫിറ്റ് ആവണം. എടാ ഷിൻജാനെ, എന്നാലും ഞാൻ അസ്ഥി കൂടായി പോയടാ. എടാ ഷിൻജാനെ, നീ ഇറങ്ങി വേണത് കാര്യം കാണിച്ചടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഞാൻ വന്ന്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ പറയാൻ ശരിയാണല്ലോ. ദാണ്ട ഇവിടെ ഒരു അടിപൊളി ഒരു കേക്ക് ഇരിക്കണ്. ഓ എനിക്ക് കഴിക്കാതാണ്, പക്ഷെ ഇത് കഴിച്ചാൽ ഞാനും അസ്ഥി കൂടായി പോവും. അന്ന് മിണ്ടാറ ഷിൻജാനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ നോക്ക്, ഇത് മറ്റേ ഗോസ്റ്റ് റൈഡർ ബൈക്കല്ലേ? ഇതെങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന്? ഓ ചേട്ടാ അസ്ഥി കൂടായിട്ട് പുതിയതായിട്ട് വാങ്ങിച്ചായിരിക്കും. എന്നാലും കൊള്ളാം ഫ്രാങ്ക്ലിൻ ചേട്ടാ, നല്ല അടിപൊളി ബൈക്ക്, നല്ല സെലക്ഷൻ. എടാ പോടാ ഷിൻജാൻ, ഇത് ഞാൻ വാങ്ങിച്ച ബൈക്ക് അല്ലടാ. എടാ ആ കേക്ക് കഴിച്ച് ഞാൻ ഈ സ്കെൽട്ടനായി. എന്നിട്ട് വീടിൻ്റെ മുറ്റത്താണ് ഈ ബൈക്ക് ഇരിക്കണം. അല്ലടാ ഷിൻജാനെ, നമ്മുടെ ബാക്കി വണ്ടി എവിടാ? വെയിറ്റ് എ മിനിറ്റ്. ആ പേടിക്കണ്ട, ഇവിടെ ഉണ്ടാ. എടേ ഇതാരും മനഃപൂർവ്വം ചെയ്താണ് കേട്ടാ. നമ്മുടെ താർ അവിടെയാണ് കിടന്നത്. അത് മാത്രമല്ല ലാൻഡ് റോവറും അവിടെയാണ് കിടന്നത്, ലാൻഡ് റോവർ ഡിഫൻഡർ. അല്ല ഈ വണ്ടി ഇവിടെ വന്ന, അതാണ് ഞാൻ ആലോചിക്കണത്. ഈ വണ്ടികളൊക്കെ മാറ്റി ആ ഗോസ്റ്റ് റൈഡർ ബൈക്കാണെങ്കിൽ വേണ്ട സെൻറ്ററിൽ കൊണ്ടിട്ടുണ്ട്. എടാ ഷിൻജാനെ ആരോ മനഃപൂർവ്വം എനിക്കിട്ട് പണിയാൻ നോക്കിയതാണ്. എടാ എൻ്റെ കവാസാക്കി നിഞ്ച H2R ആരുടെ ഇവിടെ കൊണ്ടുവച്ചാ? ഞാൻ അവിടെ വെച്ചല്ലേ, ഇതെങ്ങനെ ഇവിടെ വന്ന? ആരോ മനഃപൂർവ്വം ചെയ്തതാണ് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എന്നാലും ഇതെങ്ങനെയാണോ എന്ത് സംഭവിച്ചതല്ലേ? എന്നാലും ചേട്ടൻ നല്ല അസൽ അസ്ഥി കൂടായി മാറി. അയ്യേ ഇപ്പം ചേട്ടൻ ഈ വണ്ടി ഒട്ടും ചേരണില്ല. ചേട്ടൻ കാണാൻ ഒരു വകയ്ക്ക് ലുക്കില്ല. ഈ അസ്ഥി കൂടെ പോലെ ഇരിക്കണ ചേട്ടൻ ഈ ബൈക്ക് ഓടിച്ചോണ്ട് എന്ത് ചെയ്യേ? തന്നടാ ഷിൻജാനെ, നീ പറയാൻ ശരിയല്ലടാ, എന്നെ കാണാൻ ഒരു ലുക്കില്ല. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഈ അസ്ഥി കൂടായിട്ട് നടക്കേണ്ടി വരുന്നതാണ്. എല്ലാവരും എന്നെ അസ്ഥി ഫ്രാങ്ക്ലിനെന്ന് വിളിക്കും. അസ്ഥി ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഈ ബൈക്കൊന്ന് നോക്കി നോക്ക്. എടാ ഷിൻജാനെ, എനിക്ക് തോന്നണത് ഞാൻ ഇതേപോലെ ആ ഒരു കേക്ക് കഴിച്ച് അസ്ഥി കൂടായല്ലോ, അതുകൊണ്ട് എനിക്ക് കറങ്ങി നടക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഈ അസ്ഥി കൂടം സംഭവത്തിൻ്റെ കൂടെ കിട്ടിയ ഒരു ബൈക്കാണെന്നോട് ഈ ഗോസ്റ്റ് റൈഡർ ബൈക്ക്. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് അതാണ് തോന്നുന്നത്. അല്ല ഫ്രാങ്ക്ലിൻ ചേട്ടൻ എന്തിന് ഹെൽമെറ്റൊക്കെ എടുത്തിട്ട്? എടാ ഷിൻജാനെ ചുമ്മാ ഒരു സേഫ്റ്റിക്ക്. എടാ ഷിൻജാനെ നീ പറഞ്ഞ? ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഞാൻ എനിക്ക് വണ്ടിയുടെ ബാക്കിൽ കയറട്ടെ. അയ്യോ 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 എൻ്റെ ബാക്ക് പൊള്ളിപ്പോയേ. അയ്യോ എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ വണ്ടിയുടെ ബാക്ക് ടയറിൻ്റെ പോർഷൻ ഫുള്ള് ചൂടായിട്ട് നിൽക്കണ്. ഒപ്പോ എൻ്റെ ബാക്ക് പൊള്ളിപ്പോയി. എടാ ഷിൻജാനെ നോക്കി കണ്ടാ കിരിയടാ.
പക്ഷെ എന്നാൽ അസ്ഥി കൂടെ ആയാലും ഇത്രയും റെയറായിട്ടുള്ളൊരു ബൈക്ക് കിട്ടി. ഇത് അടിപൊളി ബൈക്ക് കേട്ടാ, ഒന്നും പറയല്ല, സൂപ്പർ സാധനം. എടാ ഷിൻചാനെ പിടിച്ചിരിയടാ. എന്നാലും എൻ്റെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നിങ്ങളെ എല്ലാവരും ഈ റോട്ടിലുള്ള ആൾക്കാർ നോക്കണേ. അതെന്താണ്? ആ കാറ് പൊട്ടിത്തെറിച്ചല്ലോ. അത് ഫ്രാങ്ക്ലിൻ ചേട്ടാ, അത് വേറെല്ല കാറിന് വല്ല പ്രശ്നമുള്ളതുകൊണ്ടറിയാം അത് പൊട്ടിത്തെറിച്ച. അതിപ്പോൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചേട്ടാ വണ്ടി കൊണ്ട് കത്തിച്ചിടുന്നത് അടിപൊളി ബൈക്ക്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതെന്താണ് കാണിക്കുന്നത്? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മൾ ഈ ബൈക്ക് കൊണ്ട് ആ വണ്ടീൻ്റെ അടുത്ത് പോയപ്പോഴാണല്ലോ ആ വണ്ടി പൊട്ടിത്തെറിച്ച. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് തോന്നുന്നു ഈ വണ്ടി കൊണ്ട് ഏതെങ്കിലും വണ്ടിയുടെ അടുത്ത് പോയി കഴിയുന്നത് പൊട്ടിത്തെറിക്കുന്നത്. ആടാ ഷിൻചാനെ, എനിക്ക് ചെറിയ സംശയമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ ഈ പ്ലെയിനിലൊന്ന് ടച്ച് ചെയ്യേണ്ടത് പൊട്ടിത്തെറിക്കുമോ? എടാ ഷിൻചാനെ, അത് പൊട്ടിത്തെറിച്ചടാ. അയ്യോ എൻ്റെ നടു പൊടിയേ, അയ്യോ. എടാ ഷിൻചാനെ, ആ പ്ലെയിൻ പൊട്ടിത്തെറിച്ചടാ, ചെറിയ പ്ലെയിൻ. എൻ്റെ പൊന്നെ, എന്നാലും ഈ ബൈക്ക് അടിപൊളി കേട്ടാ. ബൈക്ക് മാത്രമല്ല, നമ്മളെ കാണാൻ നൈസായിട്ടുണ്ട്. പക്ഷെ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നിങ്ങളെ കാണാൻ ഒരു ലുക്കില്ല. എടാ ഷിൻചാനെ, നീ പിടിച്ചില്ല, അല്ലെങ്കിൽ നിന്നോടെ ഈ വണ്ടി എടുത്തോണ്ട് എറിയേ. പക്ഷെ എന്നാലും ഗൈസ്, ഞാൻ സ്കെൽട്ടനായി പോയല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും പഴയതുപോലെ ആവണം ഗൈസൊക്കെ. എനിക്ക് ഈ ബൈക്ക് വേണം. ഓക്കെ, ആ ബൈക്ക് ഞാൻ തിരിച്ചു കൊടുക്കത്തുള്ളൂ. എന്തെങ്കിലും എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല. ഓക്കെ, അതത്രേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ഈ ബൈക്കിൻ്റെ പവർ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ പൊന്നെ, ഞാൻ എന്താണ്ട് ആ ഓടിയുടെ അടുത്ത് ചുമ്മാ ടച്ച് ചെയ്തതേ ഉള്ളൂ, അപ്പം തന്നെ അത് പൊട്ടിത്തെറിച്ചേട്ടാ. ഇവിടെ ഒരു കൊരിക്സറിൻ്റെ അടുത്ത് കൊണ്ടുപോയി, അതും പൊട്ടിത്തെറിച്ച്. ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി കണ്ട എങ്ങനെയുണ്ട് എൻ്റെ വണ്ടി? നീ ചുമ്മാ ഈ കളിപ്പാട്ട ബൈക്ക് കൊണ്ട് നടക്കാതെ വല്ല ഒറിജിനൽ നല്ല വല്ല വണ്ടി വേട ചെറുക്ക. അയ്യോ, ഞാൻ കത്തിപ്പോയേ. അയ്യോ എൻ്റെ പൊന്നെ, ആ ചേച്ചി കത്തിപ്പോയി. എൻ്റെ ആളിയാ, ഈ ബൈക്ക് സീനാടാ. എടാ ഷിൻചാനെ, ഞാൻ വേണേ കാണിച്ചു തരാം. ഞാൻ ഇപ്പം ഇയാളെ തട്ടിയിട്ട് അയാൾക്ക് തീ പിടിച്ച്, ഈ ചേച്ചിയെ തട്ടിയിട്ട് ആ ചേച്ചിക്ക് തീ പിടിച്ച്, ഇയാളെ തട്ടിയിട്ട് ഇയാൾക്കും തീ പിടിച്ച്. എൻ്റെ പൊന്നെ, എടാ ഷിൻചാനെ, ഇത് നൈസ് ബൈക്കാണടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് ഈ വണ്ടി നല്ല രീതി ഇഷ്ടപ്പെട്ട്. അയ്യോ, ഇവിടുത്തെ പോലീസുകാരൊക്കെ എവിടാ? ഇവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നാ? ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് ഈ പോലീസുകാർക്കിട്ട് ചെറിയൊരു പണി കൊടുത്താലാ? എന്താടാ ഷിൻചാനെ, അതൊക്കെ അത്രേ ഉള്ളൂ. അയ്യോ, പോലീസുകാരെ കത്തിച്ചളഞ്ഞേ. എടാ ഷിൻചാനെ, നമ്മുടെ വണ്ടി കുടിക്കടാ. അയ്യോ, പോലീസുകാർക്ക് തീ പിടിച്ചല്ലോ. അത് കുഴപ്പമില്ല. എടാ ഷിൻചാനെ, നമ്മുടെ വണ്ടി താണ്ടാ കുടിക്കടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി അതിനപ്പുറത്താക. എൻ്റെ അമ്മച്ചിയെ, ഒന്നാതെ ഫ്രാങ്ക്ലിൻ ചേട്ടൻ എല്ല് വലിച്ച് ഒരു സ്കെൽട്ടനായിട്ടാണ് ഇരിക്കണത്. ഇനി ഉള്ള എല്ലും കൂടെ ഓടിക്കാനായിട്ട് അങ്ങേര് നടക്കണം. എൻ്റെ പൊന്ന് ഫ്രാങ്ക്ലിൻ ചേട്ടാ, നോക്കി കണക്കെ നടക്ക്. ആടാ ഷിൻചാനെ. ഷേടാ, എന്നാലും ഷിൻചാനെ, എങ്ങനെയാടാ ഞാൻ ഈ സ്കെൽട്ടനായി മാറിയാ? എനിക്ക് എങ്ങനെയെങ്കിലും പഴയതുപോലെ മനുഷ്യനാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതേപോലെ സ്കെൽട്ടനായി നടന്നു കഴിഞ്ഞാൽ കുറേ ഉപകാരങ്ങളുണ്ട്. ചേട്ടന് ഇഷ്ടം പോലെ ബാങ്ക് റോബ് ചെയ്യാം. ഒന്ന് പോടാണെന്ന്. ജീവിതകാലം മുഴുവൻ ഈ സ്കെൽട്ടനായി നടക്കാൻ എന്നെ കിട്ടുകയൊന്നുമില്ല. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ വീട്ടിൽ പോവാം. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് പഴയതുപോലെ ആവണം, അല്ലെങ്കിൽ ശരിയാവില്ല. എടാ ഷിൻചാനെ, ആ കേക്ക് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ ആവുമോ? എനിക്ക് അറിയണം ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഒരു കാര്യം ചെയ്യും, ഈ ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം. ഓക്കെ, ഈ ബൈക്ക് എവിടെയെങ്കിലും ഒന്ന് ഒതുക്കാം. ഓക്കെ, എന്നാലും ഈ ബൈക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, എന്നാലും എന്ത് കഷ്ടമാണല്ലേ. എൻ്റെ നിഞ്ചയാണ് എനിക്ക് മര്യാദയ്ക്ക് ഓടിക്കാനും പറ്റണില്ല. ഈ സ്കെൽട്ടനായ ഞാൻ ഈ നിഞ്ച ഓടിച്ചോണ്ട് എന്ത് ചെയ്യാൻ? നമുക്ക് ഈ നിഞ്ച എടുത്ത് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യാം. അയ്യോ, എടാ ഷിൻചാനെ, നോക്കടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ എന്ത് പരിപാടിയാണ് കാണിച്ച? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മുടെ നിഞ്ച പൊട്ടിത്തെറിച്ച്.
എടാ ഷിൻജാനെ, ഞാൻ എന്താ ആഗ്രഹിച്ചു വാങ്ങിച്ച വണ്ടിയെന്ന് അറിയാമോ? അത് പൊട്ടിത്തെറിച്ചടാ. ഞാൻ കൊറേ ആഗ്രഹിച്ചെടുത്ത വണ്ടിയായിരുന്നു. അതീ ഗോസ്റ്റ് റൈഡർ ബൈക്ക് കാരണം പൊട്ടിത്തെറിച്ചടാ. എന്താണല്ലേ ഇതിപ്പോ പറയണ്ടേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടാ ഷിൻജാനെ, ഒരു കാര്യം ചെയ്യാം, ഒരിക്കൽ കൂടെ ആ കേക്ക് ഒന്ന് കഴിക്കാം. ചിലപ്പോൾ ആ കേക്ക് കഴിച്ച് പഴയതുപോലെ ആയാലാ. ഞാൻ ഒരിക്കൽ കൂടെ കേക്ക് ഒന്ന് കഴിക്കട്ടെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒന്ന് കഴിച്ചു നോക്കെ. എന്നാൽ ഞാനും കൂടെ കഴിച്ച് സ്കെൽട്ടനായി ഒന്ന് പോടാണെന്ന് ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ഇവിടെ ഞാൻ കുറേ അടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ തല ചുറ്റാൻ തുടങ്ങി. മിക്കവാറും ഞാൻ പഴയതുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്രാവശ്യം എനിക്ക് നല്ല തല ചുറ്റുന്നുണ്ട് കേട്ടാ. ഞാൻ ഇതാ മറിഞ്ഞു വീട്. അടിപൊളി. 2000 years later. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പൊ ഫൈനലി ഗൈസ് ഞാൻ എന്തായാലും പഴയതുപോലെ എന്തായാലും ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ആ കേക്ക് കഴിച്ച് കുറച്ച് കഴിക്കാൻ പിന്നെ എൻ്റെ ബോധം പോയി. ഓക്കെ, പിന്നീട് ഞാൻ എണീറ്റപ്പോൾ ഞാൻ കട്ടിലൊന്ന് ടെലിപ്പോർട്ടായി വന്നത്. ഓക്കെ, ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ പഴയതുപോലെ ഉണ്ട്. എൻ്റെ ഒരു അസ്ഥി കൂടൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കണ്ട പഴയതുപോലെ ഫ്രാങ്ക്ലിൻ ആയിട്ടുണ്ട്. ഓക്കെ, എടാ ഷിൻജാനെ എങ്ങനെ ഉണ്ടാ? ഇപ്പം ഞാൻ പഴയതുപോലെ ആയില്ലേ? പക്ഷെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒരു കുഴപ്പമുണ്ടല്ലോ. ഫ്രാങ്ക്ലിൻ ചേട്ടൻ നേരത്തെ ഇട്ട ആ കോട്ടിൻ്റെ ആ ഒരു ഡ്രസ്സൊക്കെ എവിടെ, ജാക്കറ്റ് അതൊക്കെ? അയ്യോ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ്റെ മുടി എവിടെ? എടാ ഷിൻജാനെ, എടാ പണിപ്പാളിയടാ ഷിൻജാനെ. എൻ്റെ മോസ്റ്റ് റെയറസ്റ്റ് ആൻഡ് മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് പോയടാ. എടാ ഡ്രസ്സ് വേണമെങ്കിൽ പോട്ടെ, എൻ്റെ മുടി പോയടാ. ഞാൻ ഇപ്പോൾ ഒരു മൊട്ടത്തലനായി മാറി. നേരത്തെ സ്കെൽട്ടനായല്ലോ, അപ്പം അതിനോടൊപ്പം എൻ്റെ മുടി പോയിരുന്നു. പിന്നെ തിരിച്ച് മനുഷ്യനായപ്പോൾ ഒരു ബനിയനും നിക്കറും ഇട്ടുകൊണ്ടിരിക്കണം. എൻ്റെ മുടിയുള്ള കോട്ട് സൂട്ടൊക്കെ പോയി. നല്ലൊരു ജാക്കറ്റായിരുന്നു. എടാ ഷിൻജാനെ, മറ്റേ ബൈക്ക് എവിടെ? അത് പോയില്ലേട്ടാ. എടേ നൈസ്. എടാ ഷിൻജാനെ, കേക്കൊണ്ട് വെളിക്കൊണ്ട് കളയടാ. ഇനി എനിക്കൊരു പരീക്ഷണത്തിന് വയ്യ. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ മറ്റേ ബൈക്ക് പോയാലും കുഴപ്പമില്ല. നമുക്ക് ഗോസ്റ്റ് റൈഡർ ബൈക്ക് കിട്ടിയല്ലോ, അത് മതി. ഓക്കെ, ബൈക്ക് എവിടെ ഇപ്പോൾ ഉണ്ടോ? അതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ വണ്ടി താണ്ട വീണ്ടും തിരിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ ആ ഗോസ്റ്റ് റൈഡർ ബൈക്ക് നമുക്ക് കിട്ടി. ഞാൻ വിചാരിച്ച് നമ്മൾ പഴയതുപോലെ ആകുമ്പോൾ ആ വണ്ടി ഡീസ്പോണായി പോകുന്നു. പക്ഷെ അത് പോയിട്ടൊന്നുമില്ല, അതിവിടെ തന്നെ ഉണ്ട്. ഓക്കെ, എടാ ഷിൻജാനെ, ഇനി ഈ ഗോസ്റ്റ് റൈഡർ ബൈക്ക് നമുക്ക് സ്വന്തോടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതൊക്കെ വെച്ച് എനിക്ക് കുറേ പരിപാടിയൊക്കെ കാണിക്കാനുണ്ട്. സ്കൂളിൽ എനിക്ക് പട്ടിഷ കാണിക്കണം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നാളെ എന്തായാലും ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും എന്തായാലും വരുന്നതാണ്. അപ്പം എല്ലാവർക്കും, എല്ലാ ചങ്ക് ബഡീസുകൾക്കും goodbye and take care. Bye bye.